നോർത്ത് ഇന്ത്യയിലടക്കം തരംഗമായി മാറിയ ഒരു മലയാള സിനിമ 100 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ഒരു ഇന്ത്യൻ സിനിമ എന്ന രീതിയിൽ പേരെടുത്ത സിനിമ കൂടിയാണ്. ആ സിനിമയ്ക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. മോസ്റ്റ് വയലന്റ് മൂവി എന്ന് പറയുന്നത്, ഇന്ത്യാസ് മോസ്റ്റ് വയലന്റ് മൂവി എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനോട് എത്തിയത് കൊണ്ട് തന്നെ വലിയ രീതിയിലാണ് ആഘോഷിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ആളുകളെല്ലാം കൂടെ കാത്തിരുന്നത് രണ്ടാം ഭാഗത്തിനായിട്ട്. അതായത് മാർക്കോയുടെ രണ്ടാം ഭാഗം എപ്പോൾ വരും എന്നുള്ള രീതിയിൽ. സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രേക്ഷകരുടെ ഇഷ്ടമൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരം ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിന് കാര്യമില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് അതിന്റെ ചിട്ടവട്ടങ്ങൾ നോക്കേണ്ടതുണ്ട്. മാത്രമല്ല സ്ക്രിപ്റ്റ് പ്രധാനമാണ്. ഇപ്പോൾ മാർക്കോ ഒന്നിനേക്കാളും വലുതായിരിക്കണം, അല്ലെങ്കിൽ ബിഗ് ക്യാൻവാസ് ആയിരിക്കണം, അല്ലെങ്കിൽ കഥാപരമായിട്ടും ആൾക്കാർ പിടിച്ചിരുത്താനുള്ള ഒരു ഇതുണ്ടാകണം. ആ ഒരു കാര്യങ്ങളെല്ലാം അനുകൂലമായാൽ മാത്രമേ മാർക്കോ 2 ബന്ധപ്പെട്ട് ഉണ്ണി മൂന്നിനടക്കമുള്ള അതിന്റെ ക്രൂവിന് തിരിയാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ സിനിമ ആ ഒരു ചർച്ചകളെല്ലാം അവിടെ നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഉണ്ണി മൂന്നിന് കഴിഞ്ഞ ദിവസം വന്നിരുന്നു മാർക്കോ 2 ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട്. ഒരു കമന്റിലൂടെ അറിയിച്ചിട്ടുണ്ട്. അത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണക്കാക്കുക. അതായത് എല്ലാവരും അപ്പൊ അഭ്യൂഹങ്ങളുണ്ട് മാർക്കോ 2 വരും എന്നുള്ള രീതിയിൽ. ഉണ്ണിമുതൻ വ്യക്തമായ ഒരു നിലപാട് പറഞ്ഞു, മാർക്കോ 2 ഉണ്ടാകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പലരും പറയുന്നുണ്ട് ഉണ്ണി മുകുന്ദൻ കാണിക്കുന്നത് മണ്ടത്തരമാണ് അങ്ങനെയാണെന്നൊക്കെ. പക്ഷെ കൃത്യമായി ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നിന്റെ ആവർത്തനമായി കഴിഞ്ഞാൽ അതിൽ പക്ഷേ അത് അധികപ്പറ്റായിട്ടേ തോന്നുന്നു. ഇപ്പൊ നമുക്കറിയാം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായിട്ട് എമ്പുരാന് ഇപ്പൊ പണമൊക്കെ വാരിയെങ്കിൽ പോലും ആളുകളുടെ ഇടയിൽ എത്രത്തോളം അതിനൊരു വിലയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കലുണ്ട്. അപ്പോൾ ആ ഒരു ചിന്താഗതിയായിരിക്കും ഒരു പക്ഷേ ഉണ്ണി മുകുന്ദനും ഉണ്ടായിരിക്കുന്നത്. സിനിമ എടുക്കണമോ വേണ്ടയോ, അല്ലെങ്കിൽ അതിനെയും കാട്ടി മികച്ചൊരു തിരക്കഥയാണ്, അല്ലെങ്കിൽ വേറെ ടൈപ്പിലുള്ള ട്രീറ്റ്മെന്റ് ആണ് സിനിമയ്ക്ക് കൊടുക്കണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു. ഉണ്ണി മുകുന്ദൻ എന്തായാലും ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിച്ചു കഴിഞ്ഞു മാർക്കോ 2 ഉണ്ടാകില്ല എന്ന്. തീർച്ചയായിട്ടും മാർക്കോ 2 എല്ലാവരും നെഗറ്റീവ് പറയുന്ന ഒരു സിനിമ, അതായത് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോഴും തിയേറ്ററിൽ വളരെ ആസ്വദിച്ച് ഞാൻ കണ്ട സിനിമ. എനിക്ക് അന്നത്തെ കാര്യം അങ്ങനത്തെ സിനിമ ജോണറിലുള്ള സിനിമകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളൊരു വ്യക്തി കൂടിയാണ്. എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ഒന്നുമല്ല, പക്ഷേ നല്ലൊരു ഉണ്ണി മുകുന്ദൻ്റെ ഉണ്ണിമുകുന്ദൻ സ്ലേ ചെയ്യാത്ത ഒരു സിനിമയാണ്. സോ എന്നെ സംബന്ധിച്ച് ഭയങ്കര അതിൻ്റെ ടെയിലെൻറ്റിലെല്ലാം വളരെ വ്യക്തമായിട്ട് ഒരു സെക്കൻഡ് പാർട്ടിനുള്ള എല്ലാ സ്കോപ്പും ഇട്ടിട്ടാണ് നിർത്തുന്നത്. സഹോദരൻ്റെ കുഞ്ഞിനെ നോക്കുന്ന ഉണ്ണിമുകുന്ദൻ പെട്ടെന്ന് ആ കുട്ടീനെ കാണാതെ പോകുന്ന ഒരു സാഹചര്യം. അങ്ങനെ നിർത്തുമ്പോൾ ഇനി എന്ത് എന്നുള്ളൊരു കാര്യം, മാർക്കോയ്ക്ക് ഇനി എൻ്റെ സെക്കൻഡ് ഹാഫ് ഇറക്കണമെങ്കിൽ ഫസ്റ്റ് ഹാഫിനേക്കാൾ ഇരട്ടി വയലൻസോട് കൂടി ഇറക്കിയാൽ മാത്രമാണ് മാർക്കോ 2 ഹിറ്റ് ആവുള്ളൂ. കാര്യം അത്ര വയലൻസിലാണ് ഫസ്റ്റ് ഹാഫ് ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ ഉണ്ണിമുകുന്ദൻ്റെ ഫാൻ ഗേൾ ഒന്നുമല്ല. പക്ഷേ ഉണ്ണിമുകുന്ദൻ്റെ ഒരു അഭിനയിച്ച സിനിമകൾ ശ്രദ്ധിച്ചു നോക്കും, വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് ഉണ്ണിമുകുന്ദൻ ചെയ്തിട്ടുള്ളത്. അത് മല്ലു സിംഗ് ആയിക്കൊള്ളട്ടെ, മേപ്പടിയാൻ ആയിക്കോട്ടെ, ചെയ്ത സിനിമകളിലെല്ലായിടത്തും സിഗ്നിഫിക്കൻസ് ഉള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ് ഉണ്ണിമുകുന്ദൻ ചെയ്തു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് വരങ്ങൾ വലിച്ചു വാരി ചെയ്യുന്നതും എന്നാൽ വർഷത്തിൽ അല്ലെങ്കിൽ 2 വർഷം 3 വർഷം കൂടുമ്പോൾ മികച്ചൊരു പ്രൊജക്റ്റിൽ എഫേർട്ട് എടുത്ത് ചെയ്യുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്.